പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാലയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കോഴിക്കോടുള്ള പന്നിയങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. കോഴിക്കോട് ജില്ലയിലെ കല്ലായി പുഴയുടെ തെക്ക് ഭാഗത്തായാണ് പന്നിയങ്കര ദുർഗാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശാന്തസ്വരൂപിണിയായ ദുർഗാദേവി ഭാവത്തിലുള്ളതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പ്രപഞ്ചത്തിൻ്റെ ഈശ്വരിയായി ദുർഗാദേവിയെ ഭാരതീയ സംസ്കാരം സങ്കല്പിച്ചു പോരുന്നു. പരമശിവന്റെ ഭാര്യയായ പാർവതീദേവിയുടെ മറ്റൊരു രൂപമായി ദുർഗാദേവിയെ ആരാധിച്ചു വരുന്നു. ആര്യ, ദുർഗ, വേദഗർഭ, അംബിക, ഭദ്രകാളി, ക്ഷേമ, നൈകബാഹു, ദേവി തുടങ്ങിയ പേരുകളിൽ ഈ ദേവതയെ ഭക്തർ പൂജിക്കുന്നു. സാമൂതിരി രാജവംശവുമായി പന്നിയങ്കര ക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. 1403 പോളനാടിൻ്റെ ഭരണാധികാരിയായിരുന്ന പെർലാതിരിയുടെ കയ്യിൽ നിന്നും സാമൂതിരി രാജാവ് ഭരണം പിടിച്ചടക്കിയത് എന്ന് പറയപ്പെടുന്നു. പോളനാടിൻ്റെ ആദ്യ തലസ്ഥാനം പന്നിയങ്കരയായിരുന്നു എന്ന് കരുതപ്പെടുന്നു. തുടർന്ന് നൂറ്റാണ്ടുകളോളം സാമൂതിരി രാജവംശത്തിൻ്റെതായ മഠങ്ങളും ഊട്ടുപുരകളും വേദ പഠന സങ്കേതങ്ങളും പണ്ഡിത സാന്നിധ്യവും പന്നിയങ്കരയിൽ ഉണ്ടായിരുന്നുവത്രേ. 1775-76 കാലഘട്ടങ്ങളിലുണ്ടായ ടിപ്പുവിൻ്റെ പടയോട്ടം മലബാറിലെ നിരവധി ക്ഷേത്രങ്ങൾക്ക് നാശം വിതച്ചപ്പോൾ പന്നിയങ്കര ദുർഗാക്ഷേത്രത്തിലും അതിൻ്റെ തിരയിളക്കം ഉണ്ടായി. ദേവീ വിഗ്രഹം ക്ഷേത്രത്തിനടുത്തുള്ള കല്ലായിപ്പുഴയിൽ അറിയപ്പെട്ടു. പന്നിയങ്കര ദുർഗാക്ഷേത്രത്തിന് 4500 പരം വർഷം പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ദുർഗാദേവി പന്നിയങ്കരയിൽ എത്തിയതിന് പിന്നിൽ രസാവഹമായ ഒരു ഐതിഹ്യമുണ്ട്. ദേവിയും 2 അനുജത്തിമാരും പന്നിയങ്കര വഴി ഒരു യാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചു. പന്നിയങ്കര എത്തുന്നതിന് മുമ്പായി ദേവിയുടെ ഒരു അനുജത്തിക്ക് കലജലായ ദാഹം അനുഭവപ്പെട്ടു. ഉടൻ തന്നെ അനുജത്തി അടുത്ത് കണ്ട ഒരു വീട്ടിൽ നിന്നും അല്പം വെള്ളം വാങ്ങി കുടിച്ചു. അശുദ്ധമായ സ്ഥലവും വെള്ളവുമായിരുന്നു അത്രേ അത്. അതുകൊണ്ട് തന്നെ അനുജത്തിയെയും അശുദ്ധയായി കണ്ടു. ദേവി ഉടൻ തന്നെ തൻ്റെ തിരുവള ഊരി ആ സ്ഥലത്ത് നിക്ഷേപിച്ചു. അതത്രേ പിന്നീട് തിരുവളയനാട് ആയിത്തീർന്നത്. ഉദ്ദേശ സ്ഥലത്തെത്തി തിരിച്ചു വരുമ്പോൾ ദേവിയുടെ 2ാമത്തെ അനുജത്തിക്കും കഠിനമായ ദാഹം അനുഭവപ്പെട്ടു. ദാഹശമനത്തിനായി വെള്ളം തിരഞ്ഞ അനുജത്തി ഒരു ചകിരിക്കുണ്ടിൽ വെള്ളം കണ്ടെത്തി. ചകിരിക്കുണ്ടിൽ നിന്നും വെള്ളം കുടിച്ച 2ാമത്തെ അനുജത്തിയും അശുദ്ധയായി കണക്കാക്കപ്പെട്ടു. ദേവി അനുജത്തിയെ ആ സ്ഥലത്ത് കുടിയിരുത്തി. അതത്രേ മാളികപ്പറമ്പ്. അനുജത്തിമാരില്ലാതെ ദേവി യാത്ര തുടർന്നില്ല. പന്നിയങ്കരയിൽ ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ദേവി സ്വയം കുടിയിരുന്നു. പ്രദേശഗുണത്താലും സമയഗുണത്താലും ദേവിയുടെ സാന്നിധ്യം ഉത്തമത്തിലാണെന്നും കണക്കാക്കപ്പെട്ടു. ഐതിഹ്യ കഥയുടെ വിശ്വാസത്തിനുമപ്പുറം ദേവീ ചൈതന്യം പന്നിയങ്കര നിവാസികളിൽ ഉളവാക്കിയ ഭക്തിയുടെ ജീവിതചര്യ കണ്ടെത്തേണ്ടത് തന്നെയാണ്. പന്നിയങ്കര ദുർഗാദേവിയുടെ ശക്തി വിളിച്ചോതുന്ന മറ്റൊരു കഥയും ഇവിടത്തുകാർക്ക് പറയാനുണ്ട്. പണ്ട് അറബിക്കടലിൽ നിന്നും കല്ലായിപ്പുഴ കടന്നു വന്ന കൊള്ളക്കാർ ക്ഷേത്രമുതലുകൾ കവർന്നെടുത്തു. തിരിച്ച് കപ്പലിൽ തന്നെ മടങ്ങവേ ഇന്നത്തെ കല്ലായിപ്പുഴയുടെ ഒരു ഭാഗത്ത് സഞ്ചരിച്ചിരുന്ന കപ്പൽ ദേവീകോപത്താൽ കല്ലായി മാറി പുഴയിൽ പാറ പോലെ ഉറച്ചു. കപ്പലിൻ്റെ ആകൃതിയിലുള്ള പാറ ഇന്നും കല്ലായിപ്പുഴയിൽ കാണാൻ സാധിക്കും. കപ്പൽ കല്ലായി മാറിയ ഐതിഹ്യം നിലനിൽക്കെ കപ്പൽ കല്ലായി എന്നത് ലോപിച്ച് കല്ലായി എന്ന പേര് വന്നുവെന്നും പറയപ്പെടുന്നു. ശ്രീ സരസ്വതി മാമവതു ശ്രീ സരസ്വതി മാമവതു ശ്രീ സരസ്വതി കാമകോടി പീഡനിവാസിനി മാമവതു ശ്രീ സരസ്വതി
കാമകോടി പീഡനിവാസിനി മാമവതു ശ്രീ സരസ്വതി. പന്നിയങ്കര ദുർഗാക്ഷേത്രത്തിന് സമീപമുള്ള കാവുകളിലേക്കുള്ള കലശം കൊണ്ടുപോകുന്നത് ക്ഷേത്രത്തിൽ നിന്നാണ്. കലശം ക്ഷേത്രത്തിലെ പ്രധാന ശാന്തിയുടെ മേൽനോട്ടത്തിൽ പൂജിച്ചതിനു ശേഷം വെളിച്ചപ്പാട് ഏറ്റുവാങ്ങും. ഇങ്ങനെ ദുർഗാദേവിയുടെ അനുഗ്രഹത്തോടെ സമീപ പ്രദേശങ്ങളിലെ കാവുകളിലെ ഉത്സവം ആരംഭിക്കുകയും ചെയ്യും. ഉത്തമ പൂജാദികൾ നടത്തിവരുന്ന ക്ഷേത്രത്തിൽ മുമ്പ് 4 ഗോപുരങ്ങൾ ഉണ്ടായിരുന്നുവത്രേ. അതിൽ പടിഞ്ഞാറെ ഗോപുരത്തിൽ വച്ച് ബേപ്പൂർ രാജാവിൻ്റെ അരിയിട്ട് വാഴ്ച നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. അക്കാലത്ത് ക്ഷേത്രത്തിൽ നിന്ന് ഭഗവതിയുടെ എഴുന്നള്ളത്ത് ബേപ്പൂർക്കും ഒരു എഴുന്നള്ളത്ത് തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിലേക്കും ഉണ്ടായിരുന്നുവത്രേ. ചിലമ്പും വാളുമണിഞ്ഞ് വെളിച്ചപ്പാടിൻ്റെ ഒപ്പം കാവുകളിലെ ഉത്സവ നടത്തിപ്പിന് ചുമതലപ്പെട്ടവരും ക്ഷേത്രത്തിലെത്തി കലശം ഏറ്റുവാങ്ങുന്നു. പൂജിച്ച കലശം മേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് തിരിച്ചു കൊണ്ടുപോവുക. താലപ്പൊലിയും ഭക്തജനങ്ങളും കൂടെ അനുഗമിക്കും. ദുർഗാദേവിയെ തൊഴാനെത്തുന്ന ഭക്തർ ഉപദേവന്മാരിലും ആശ്വാസം കണ്ടെത്തുന്നു. ശ്രീകോവിലിൻ്റെ വലതുഭാഗത്ത് ശ്രീകോവിലിൽ തന്നെ ദക്ഷിണാമൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്ര ശ്രീകോവിലിൻ്റെ വലതുഭാഗത്ത് ഗണപതി ശാസ്താ പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്രത്തിന് മുൻവശത്തായാണ് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ആചരിക്കുന്ന പ്രധാന വഴിപാടുകളും പൂജകളും ഇവിടെയും നടത്തപ്പെട്ടു വരുന്നു. എല്ലാ ആഴ്ചകളിലും 2 ദിവസം മുടങ്ങാതെ ലക്ഷ്മി നാമപൂജ നടന്നു വരുന്നു. ക്ഷേത്ര ദേവസ്വം നേരിട്ട് സമീപവാസികളായ കുട്ടികൾക്ക് നൃത്തപഠന ക്ലാസുകൾ നടത്തുന്നുണ്ട്. ക്ഷേത്രകലകളിൽ താല്പര്യമുള്ളവർക്കായി ചെണ്ട പഠിക്കുവാനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്.
ഭാരതീയ ക്ഷേത്രങ്ങൾ മനുഷ്യൻ്റെ ബാഹ്യാകാരത്തിൻ്റെ പ്രതിഫലനമായി കണക്കാക്കപ്പെടുന്നു. മനുഷ്യ ശരീരത്തിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് പോലെ ക്ഷേത്രത്തിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്നാണ് സങ്കല്പം. ഗ്രാമങ്ങളും നഗരങ്ങളും രക്ഷിക്കുവാൻ ക്ഷേത്രപാലനെ പ്രതിഷ്ഠിക്കുന്ന ക്ഷേത്രാചാരം പോലെ പന്നിയങ്കര നിവാസികൾ ദുർഗാദേവിയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുന്നു.